ക്കുവാൻ കഴിയുന്നവരാകട്ടെ എന്ന് ആഗ്രഹിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ആ രീതിയിലേക്ക് ജനങ്ങളുടെ ചിന്തകൾ ഉയരണമെങ്കിൽ അതുപോലെയുള്ള വികസന പദ്ധതികൾ തുടങ്ങി വെക്കണം. അവിടെയാണ് യഥാർത്ഥ ജനപ്രതിനിധിയുടെ മികവ് പ്രകടിപ്പിക്കേണ്ടത്. അതിലപ്പുറം ഒരു ജനപ്രതിനിധി ഏറ്റവും കാണേണ്ടത് എന്റെ പ്രദേശത്തുള്ള ജനങ്ങൾ അവർ വളരെ വളരെ വ്യക്തിത്വമുള്ളവരാണ്, ഒരുപാട് അറിവുള്ളവരാണ്, അവർ ഒരുപാട് കഴിവുള്ളവരാണ്, അവർ ദീർഘവീക്ഷണമുള്ളവരാണ്, അവർ നല്ല ഓർമ്മശക്തിയുള്ളവരാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ വികസന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. ഞാനത് പറയാനുള്ള കാരണം പല പ്രദേശത്തും ഞാനിപ്പോൾ കണ്ടു. 2 വർഷം 1 വർഷം മുന്നേ ഇതിലെ പോകുമ്പോൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, 4 വർഷം നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ യാത്ര ചെയ്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വാൾ പോസ്റ്റ് മതിലിലേക്ക് എത്തുമ്പോൾ റോഡ് പണി നടക്കുന്ന ഒരു സംവിധാനം കുറെ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതല്ലേ? ആ സമയത്ത് അവരുടെ ചിന്ത എന്താ? രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ചിന്ത കുറെ മുന്നേ ഇവർക്കിത് നന്നാക്കി കൊടുത്താൽ ഈ മൂരികൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല, അതിനാൽ അത് അവസാനം നന്നാക്കിയാൽ മതി. അത് അവസാനത്തേക്ക് നീട്ടിവെച്ചതാ. എന്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളെല്ലാം ഒരു ബുദ്ധിയുമില്ലാത്ത കഴുതകളാണ്. അതുകൊണ്ട് അത് അവസാനം നന്നാക്കിയാൽ മാത്രമേ അവർക്കത് ഓർമ്മയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലാസ്റ്റ് അങ്ങ് ചെയ്യാം. വികസനത്തിന്റെ പെരുമ്പറ കെട്ടി വലിയ വാറോല എഴുതിക്കൊണ്ട് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിക്കൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൽ 75% നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 80-85% നടക്കാൻ പോകുന്ന വികസന പദ്ധതികളാണ് അവരുടെ തലയിലുള്ളത്. എന്റെ ഈ 4 കൊല്ലവും 8 മാസവും അല്ലെങ്കിൽ 4.25 കൊല്ലവും എന്തായിരുന്നു പണിയെന്ന് എന്നെ പോലെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി ചോദിച്ചാൽ മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരുപാട് പദ്ധതികൾ ഇന്ന് ഇവിടെ ഈ ഇലക്ഷൻ പ്രകടന പത്രികയിലോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞതായിട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് വാറോലകൾ ഞങ്ങളുടെ പരപ്പനങ്ങാടി പഞ്ചായത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തറക്കല്ലിട്ടു, ഇവിടെ തറക്കല്ലിട്ടു, അവിടെ തറക്കല്ലിടാൻ പോകുമ്പോൾ മുട്ടുകുത്തി വീണപ്പോൾ അവിടെയും ഇട്ടു ഒരു തറക്കല്ല്, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് കല്ലിന്റെ എണ്ണം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ മഹാനായ ജനപ്രതിനിധിയോട്, എന്തുകൊണ്ട് നിങ്ങൾ ഇലക്ഷനിൽ തിരഞ്ഞെടുത്ത് വിജയിച്ചു, MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, അന്ന് മുതൽ ഈ പ്രദേശത്തിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവിടുത്തെ പ്രദേശത്തെ പൊതുപ്രവർത്തകരുമായി അവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു നല്ല വികസന പദ്ധതി അന്ന് മുതൽ തുടങ്ങി വെച്ചുകൂടാ?